മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സിമ്പിളായിട്ട് എങ്ങനെ ഒരു FM റേഡിയോ ആന്റിന ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫോൾഡഡ് ഡൈപോൾ ആന്റിന ഉണ്ടാക്കുവാനായി ആദ്യം നമുക്ക് വേണ്ടത് 4 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പ്ലൈവുഡിൻ്റെ പീസാണ്. ഇതിൽ സെൻറ്ററിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ വീതം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മെറ്റൽ കൊണ്ടുള്ള പഴയ മെഷറിംഗ് ടേപ്പാണ്. കോയാക്സിയൽ കേബിൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി BNC സോക്കറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാനിവിടെ മേശയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം 62 സെൻറ്റിമീറ്റർ ആണ്. ഈ വരയുടെ ഓരോ അറ്റത്തും ഓരോ ആണികൾ ഞാൻ തറച്ചു വെച്ചിട്ടുണ്ട്. ഈ മൾട്ടിവുഡിൻ്റെ പീസിലെ വരയിലേക്ക് മെഷറിംഗ് ടേപ്പ്, സെലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒട്ടിച്ചു ചേർക്കാം. മെഷറിംഗ് ടേപ്പ് ഒട്ടിച്ചു വച്ചതിന് ശേഷം ഒരു U ഷേപ്പ് പോലെ ഇതിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുവരണം. സെൻറ്ററിൽ നിന്നും 62 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഈ U ഷേപ്പ് വരേണ്ടത്. അത് കറക്റ്റായി വരാനാണ് ഈ മേശയിൽ ആണി തറച്ചു വച്ചത്. അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററിൽ ഈ U ഷേപ്പ് പോലെ മടക്കിയെടുത്തതിന് ശേഷം ആ ഭാഗം ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു ചേർക്കാം. ഇനി മറ്റേ ഭാഗം ഇതുപോലെ U ഷേപ്പിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു ചേർക്കുക. PVC കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു L ക്ലാമ്പിൽ ഒരു BNC സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ആൻറ്റിനയിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കുക. അടുത്തതായിട്ട് ഒരു പഴയ AM FM റേഡിയോ ബോർഡ് എടുക്കുക. സ്ക്രാപ്പുകൾ വയ്ക്കുന്ന കടകളിൽ ഇത് നിങ്ങൾക്ക് കിട്ടും. ഇതിലെ ഫെറൈറ്റ് റോഡ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ബോർഡിൽ കാണുന്ന ഒരു ബ്ലാക്ക് റോഡാണ് ഫെറൈറ്റ് റോഡ്. മീഡിയം വേവ് ആൻറ്റിന കോയിലുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഫോൾഡഡ് ഡൈപോൾ ആൻറ്റിനയിലെ ബാലൻസ് കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ആവശ്യമുള്ളത്. ഇതെന്ന് പറയുന്നത് ആൻറ്റിന കോയിലിൻ്റെ പ്ലാസ്റ്റിക് കേസാണ്. ഇതിലേക്ക് ഒരു ബാലൻസ് കോയിൽ വൈൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഫോൾഡഡ് ഡൈപോൾ ആൻറ്റിനയുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 300 ohms ആണ്. നമ്മുടെ റേഡിയോകളിലെ ഇൻപുട്ട് ഇമ്പിഡൻസ് 75 ohms. ഈ ഇമ്പിഡൻസ് തമ്മിൽ മാച്ച് ചെയ്യിക്കാനാണ് ഇവിടെ ബാലൻസ് കോർ അല്ലെങ്കിൽ ബാലൻസ് കോയിൽ ഉണ്ടാക്കുന്നത്. നേരത്തെ എടുത്ത പ്ലാസ്റ്റിക് കേസിലേക്ക് 26 ഗേജിൻ്റെ 2 കോപ്പർ വയറുകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുറ്റിയെടുക്കണം. 2 കോപ്പർ വയറുകൾ ഉള്ള ഈ വൈൻഡിങ്ങിനെ ബൈഫൈലർ വൈൻഡിങ് എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ കോയിലിൻ്റെ വൈൻഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലെ ചുറ്റുകൾ അഴിഞ്ഞു പോകാതിരിക്കാൻ ഇതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ ടേപ്പ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുറ്റിയെടുക്കുക.
ഇനി ഈ കോയിലിൻ്റെ രണ്ടറ്റത്തു നിന്നുള്ള ഇൻസുലേഷൻ ഒരു കത്തിരി ഉപയോഗിച്ചുകൊണ്ട് ചുരണ്ടിക്കളയുക. ഈ കോയിലിന് 2 വയറുകളുണ്ട്. അതിൻ്റെ ഓരോ അറ്റവും കണ്ടുപിടിക്കണം. അതിനായിട്ട് ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്യാം. രണ്ടറ്റവും ഈ മൾട്ടിമീറ്ററിൻ്റെ പ്രോബിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൂചി അനങ്ങുന്നുണ്ടെങ്കിൽ അത് ഒരേ വയറാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ മീറ്ററിൽ സൂചി ചലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഒരേ വയറാണെന്നാണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത ഈ വയറിനെ എ എന്നും മറ്റേ വയറിനെ ബി എന്നും നമുക്ക് വിളിക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ബാലൻസ് കോയിലിൻ്റെ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 വയറുകളുടെയും ഓരോ അറ്റം ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തെടുക്കണം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ബാലൻസ് കോർ ഈ ആൻറ്റിനയിലേക്ക് ഒട്ടിച്ചു ചേർക്കാം. അടുത്തതായിട്ട് ഈ കോയിലിൻ്റെ ഉള്ളിലേക്ക് ഫെറൈറ്റ് റോഡ് കടത്തി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫ്ലാറ്റ് ഫയലാണ്. ഈ ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ആൻറ്റിനയുടെ രണ്ടറ്റത്തു നിന്നും അതിൻ്റെ പെയിൻറ് ചുരണ്ടിക്കളയുക. ഇനി ഈ പെയിൻറ് ചുരണ്ടിക്കളഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് സോൾഡർ ചെയ്യാം. അടുത്തതായിട്ട് ഈ ബാലൻസ് കോയിലിലെ മറ്റേ 2 അറ്റവും ഈ ആൻറ്റിനയിലേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. അടുത്തതായിട്ട് ഈ ബാലൻസ് കോയിലിൻ്റെ പിരിച്ചു വച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഒരു വയർ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. വയർ കണക്ട് ചെയ്തതിന് ശേഷം അത് BNC കണക്ടറിൻ്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. അടുത്തതായിട്ട് ഈ ഫോൾഡഡ് ഡൈപോൾ ആൻറ്റിനയുടെ ഏതെങ്കിലും ഒരു അറ്റത്തു നിന്നും ഒരു വയർ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തതിന് ശേഷം ഈ BNC കണക്ടറിൻ്റെ സെൻറ്റർ പിന്നിലേക്ക് സോൾഡർ ചെയ്യുക. ഇനി ഈ ആൻറ്റിനയിലേക്ക് കോയാക്സിയൽ കേബിൾ കണക്ട് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പഴയ TV കോയാക്സിയൽ കേബിളാണ്. ഇതിൻ്റെ ഇമ്പിഡൻസ് 75 ohms ആണ്. ഈ കേബിളിൻ്റെ രണ്ടറ്റത്തായിട്ടും ഓരോ BNC കണക്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു PVC പൈപ്പ് എടുക്കുക. എന്നിട്ട് ഈ ആൻറ്റിന ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പൈപ്പിലേക്ക് ഒട്ടിച്ച് ചേർക്കണം. ഫ്രണ്ട്സ്, ഈ ഫോൾഡഡ് ഡൈപോൾ ആൻറ്റിന ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് സ്ഥാപിച്ചു വച്ചിട്ടുണ്ട്. CXA 1618BS IC ബേസ്ഡ് FM റേഡിയോ ബോർഡാണ് ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. ഈ റേഡിയോ ഓണാക്കിക്കൊണ്ട് എത്ര സ്റ്റേഷൻസ് നമുക്ക് ക്ലിയറായിട്ട് കിട്ടുന്നു എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ലാസ്റ്റ് കോളറാണ്. അപ്പൊ ലാസ്റ്റ് ആയി ടീച്ചറെ എന്ന് വെച്ചാ എന്റെ ചേച്ചി ഇന്ന് വന്നായിരുന്നു, വീട്ടില് വന്ന ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ജോസ്കോ ജ്വല്ലേഴ്സിന്റെ നവീകരിച്ച ഷോറൂം കിഴക്കേക്കോട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഹോൾസെയിൽ വിലയിൽ റീറ്റെയിൽ ഷോറൂം. ജോലി സാധ്യതയുള്ള കോഴ്സുകളെ പറ്റി അറിയാനും അവ കണ്ടെത്തി വിദഗ്ധ ഗൈഡൻസ് നഗരത്തിലെ ഒരു കറന്റ് കമ്പനിയിൽ നുഴഞ്ഞ് കയറി ചെന്ന് അത് മണിക്കൂറുകളോളം 10,000 ये जमीन की जितनी चीजें हैं ना कहीं ना कहीं अपना ही खूबसूरती है, अपनी खूबसूरती मिलते हैं. FM റേഡിയോ ചാനലുകൾ ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആന്റിന ഉപയോഗിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് FM റേഡിയോ ചാനലുകൾ കിട്ടും. ഇന്നത്തെ ഫോൾഡഡ് ഡൈപോൾ FM ആന്റിന ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.